the Lord. Hallelujah, hallelujah, hallelujah. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 50-ാമത്തെ വാക്യം. യേശു അവനോട്, ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന് നിന്നോട് പറഞ്ഞുകൊണ്ട് നീ വിശ്വസിക്കുന്നുവോ? നീ ഇതിനേക്കാൾ വലിയത് കാണും എന്നുത്തരം പറഞ്ഞു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ്. ഈ ദൈവവചന ഭാഗം എന്ന് പറഞ്ഞാൽ യേശു ഹല്ലേലൂയ നഥനയേലിനോടുള്ള ഒരു സംഭാഷണമാണ്. ഹല്ലേലൂയ. അപ്പോൾ യേശു നഥനയേലിനെ തൻ്റെ ശിഷ്യനാക്കി മാറ്റുന്നതിന് വേണ്ടി ആദ്യമായി അവൻ്റെ സ്വഭാവങ്ങളെക്കുറിച്ച് യേശു പഠിച്ചു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ ഇവനിൽ കപടമില്ല എന്ന് അവനെക്കുറിച്ച് പറഞ്ഞുവെന്ന് യോഹന്നാൻ്റെ സുവിശേഷം 1:47 വായിക്കും കാണാൻ കഴിയുന്നുണ്ട്. അതേ സ്നേഹിത, യേശു നമ്മെ ഓരോരുത്തരെയും അവൻ്റെ ശിഷ്യനാക്കി മാറ്റിയെടുക്കുവാൻ ഒരുങ്ങുമ്പോൾ നമ്മുടെ സ്വഭാവത്തെക്കുറിച്ച് യേശു ശരിയായിട്ട് മനസ്സിലാക്കുമെന്നുള്ളതാണ്. യേശു നഥനയേലിനെ കണ്ടിട്ട് പറയുകയാണ്, ഇവൻ സാക്ഷാൽ ഇസ്രായേലില്ല, ഇവനിൽ കപടമില്ല. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, കപടവാദികളെയും കപടവിശ്വാസികളെയും കാപട്യങ്ങൾ ചെയ്യുന്നവരെയും ഒരിക്കലും ദൈവം തൻ്റെ ശിഷ്യന്മാരായി തിരഞ്ഞെടുക്കുന്നില്ല. നാം ആരായിരുന്നു, നാം എന്തായിരുന്നു, നമ്മളിപ്പോൾ എന്തായിരിക്കുന്നു എന്നുള്ളതെല്ലാം നന്നായി നമ്മെക്കുറിച്ച് അറിയുന്നവനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെയാണ് നഥനയേലിനെ ദൈവം തൻ്റെ ശിഷ്യനായി തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ അവൻ്റെ ജീവിത സ്വഭാവങ്ങളെ മുഴുവൻ യേശു ഒരു പ്രവചനമായിട്ട് അവിടെ പറയുക. ഹല്ലേലൂയ. ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ ഇവനിൽ കപടമില്ല എന്ന് അവനെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ നഥനയേൽ യേശുവിനോട്, നീ എന്നെ എവിടെ വെച്ചറിയും എന്ന് ചോദിച്ചു. അപ്പോൾ യേശു പറയാണ്, ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. എന്താണ് ഈ വചനം അങ്ങനെ പറയാൻ കാരണം? ആ കാലഘട്ടങ്ങളിൽ പൊതുവായിട്ട് ഇസ്രായേലിൽ രാവിലെ ധ്യാനിക്കുമ്പോൾ അവർ വേദപുസ്തകവും എടുത്ത് അവരുടെ വീടിൻ്റെ പിന്നിലുള്ള അത്തിമരത്തിൻ്റെ ചുവട്ടിൽ പോയിരുന്ന് വേദപുസ്തകം വായിക്കുകയും ധ്യാനിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെയാണ് നഥനയേലിനെ കുറിച്ച് ഈ ഒരു അഭിപ്രായം യേശു രേഖപ്പെടുത്താൻ കാരണമായത്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നാമും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു നമ്മെ കാണുമ്പോൾ സാക്ഷാൽ ഇസ്രായേലിനായിരിക്കും നഥനയേലിനെ കണ്ടതുപോലെ നമ്മെ കാണുവാൻ കഴിയണം. അതുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കുമ്പം കാപട്യം നിറഞ്ഞ, കപടം നിറഞ്ഞ, അന്ധവിശ്വാസം നിറഞ്ഞ, സകല ദുഷ്കർമ്മവും അധാർമ്മികതയും വിട്ട ജീവിതം മാറ്റിവെച്ച് നാം ദൈവത്തെ സ്തുതിക്കുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയൂ. പലപ്പോഴും പലരും ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ അതിനെതിരെ വളരെ വിമർശനങ്ങളും അസഭ്യവാക്കുകളും ഒക്കെ പറയാറുണ്ട്. എന്നാലും വേദപുസ്തകം പറയുന്ന സത്യം അത് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നഥനയേലിനെ ദൈവം തിരഞ്ഞെടുത്തതുപോലെ തന്നെ ദൈവം നിങ്ങളെയും തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുക. കാരണം നിങ്ങൾ കർത്താവിന് വേണ്ടി ശോഭിക്കണം. ഹല്ലേലൂയ. ഈ ലോക ജീവിതത്തിൽ നാം ലോകക്കാർക്ക് വേണ്ടിയോ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയോ മറ്റുള്ള അധാർമികമായ ജീവിതത്തിന് വേണ്ടിയല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. ഇവിടെ നമുക്ക് ലഭിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് സാക്ഷാൽ ഇസ്രായേലിനായിരിക്കുന്ന നഥനയേലിനെ പോലെ ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവനാമത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് നഥനയേൽ പറയുമ്പോൾ ഇങ്ങനെ പറയുന്നത്, റബി, നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിൻ്റെ രാജാവ് എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. കർത്താവ് അന്ന് നഥനയേലിന് നൽകിയ പ്രവചനത്തെ ഇന്ന് നിങ്ങൾക്ക് നൽകുക. ഹല്ലേലൂയ. അല്ലിയ സ്തോത്രം. നീ ഇതിനേക്കാൾ വലിയത് കാണുമെന്ന് നഥനയേലിനോട് യേശു പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണൊരു വാഗ്ദത്തം. അതേ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ സമർപ്പിച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കണ്ടുകൊണ്ട് കാണാൻ കഴിയും. മനസ്സുകൊണ്ട് തകർന്നും ഭാരപ്പെട്ടും സങ്കടപ്പെട്ടും നിരാശയിലും ദുഃഖത്തിലൂടെ കടന്നു പോകുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും. ഞാനൊരു പക്ഷേ ഈ ദൈവവചനം പറയുമ്പോൾ നിങ്ങൾക്കൊരാശ്വാസമായി തീരുന്നുണ്ടെങ്കിൽ
നിങ്ങൾ കർത്താവിൻ്റെ സന്നിധി നിങ്ങളെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിലെ കാപട്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നിങ്ങളെ കർത്താവായ യേശുവിന് വേണ്ടി സമർപ്പിക്കുവാൻ നിങ്ങൾ തയ്യാറായാൽ, ഹല്ലേലൂയ, നിൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികൾക്കും ദൈവം ഒരു മാറ്റം തരും. ഹല്ലേലൂയ. അപ്പം കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾ വലിയ കാര്യങ്ങളെ തീർച്ചയായും കാണുമെന്ന്. അതേ വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി ഭാരപ്പെട്ട് മനസ്സ് തകർന്നിരിക്കുന്ന എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, യുവതി യുവാക്കന്മാരോട് പറയട്ടെ, യൗവനക്കാരോട് പറയട്ടെ, നീ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നെങ്കിൽ നീ അതിമഹത്തായ വലിയ കാര്യങ്ങളെ ദൈവം നിൻ്റെ കൺമുമ്പിൽ വെളിപ്പെടുത്തി ആമേൻ നിൻ്റെ ജീവിതത്തിൽ ദൈവം പുതിയ വഴിത്തിരിവുണ്ടാക്കി തരും. ഹല്ലേലൂയ. അപ്പം കർത്താവിനാൽ അത് സംഭവിക്കും എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയണം. കാരണം നമ്മുടെ കർത്താവ് വലിയവനും ആമേലിയ നീതിമാനുമായ ദൈവമാണ്. ഈ കാണുന്ന സകല ഭൂമിയുടെ ഉടയവനാണ്, സകലത്തെ സൃഷ്ടിച്ചവനാണ്, സകലത്തിൻ്റെയും വലിയ ആമി ഉത്തരവാദിത്വം നമ്മുടെ കർത്താവിനാണ്. അവനാണ് ഈ അണ്ടകടാകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത്. മനുഷ്യൻ്റെ കരങ്ങളോ മനുഷ്യൻ്റെ ചിന്തകളോ ഒന്നുമല്ല ഈ ഭൂമിയെ നിയന്ത്രിക്കുന്നത്. എല്ലാം ദൈവമാണ് നാം തിരിച്ചറിയണം. അതുകൊണ്ട് സൃഷ്ടാവായ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്നെ തന്നെ ഏൽപ്പിച്ച് നദനയേലിനെ പോലെ നീ യേശുവിൻ്റെ ശിഷ്യനായി മാറുന്നെങ്കിൽ നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കർത്താവ് പരിഹാരം നൽകും. കുടുംബങ്ങൾക്കകത്തെ പ്രശ്നമായിരുന്നാലും, ജോലി സ്ഥലത്തെ പ്രശ്നമായിരുന്നാലും, നിങ്ങളുടെ ആരോഗ്യപരമായ വിഷയങ്ങളായിരുന്നാലും, നിങ്ങളുടെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളായിരുന്നാലും, എന്തെല്ലാം വിഷയങ്ങളായിരിക്കട്ടെ, അതിനൊരു മറുപടി തരുവാൻ കർത്താവ് വിശ്വസ്തനാണ്. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് അതിനെ പോലെ കപടമില്ലാത്തവനായിരിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പം ക്രിസ്തു വിശ്വാസത്തിൽ അഥവാ ഒരു ക്രൈസ്തവ വിശ്വാസിക്ക്, ഒരു ദൈവഭക്തന് അവന് ദൈവം ഒരുപാട് വാഗ്ദത്തങ്ങൾ നൽകുന്നുണ്ട്. വിശുദ്ധ വേദപുസ്തകം നാം തുറന്നാൽ അനവധി വാഗ്ദത്തങ്ങളെ കാണാൻ കഴിയും. ഈ വാഗ്ദത്തങ്ങളെല്ലാം ദൈവം നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്നത്. നമ്മൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, സകല വാഗ്ദത്തങ്ങൾക്ക് ഉടയവനായിരിക്കുന്ന കർത്താവ് നിന്നോട് അറിയിച്ച ദൂതുകളെല്ലാം നിൻ്റെ ജീവിതത്തിൽ നിറവേറാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഹല്ലേലൂയ, നീ ദൈവനാമത്തിന് വേണ്ടി നിന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പം ദൈവമക്കൾക്ക് വലിയ കാര്യങ്ങളെ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അതിൽ വിശേഷിച്ച് പറയുമ്പോൾ അവർ കർത്താവിൻ്റെ മഹനീയമായ നാമത്തെ അവകാശമാക്കിക്കൊള്ളുന്നു എന്നുള്ളതാണ്. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ നെറ്റിയിൽ യഹോവയുടെ നാമം പതിക്കപ്പെട്ടിരിക്കുന്നു. ഒരുപക്ഷെ നമുക്കത് കാണാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. എന്നാൽ നമ്മുടെ ആത്മീയ കണ്ണുകൾ തുറന്ന് നാം ദൈവത്തിൽ അങ്ങനെ വിശ്വസിക്കുകയാണെങ്കിൽ നമുക്കതിനെക്കുറിച്ചും തിരിച്ചറിവുണ്ടാകും. ഹല്ലേലൂയ. വിശുദ്ധ വേദപുസ്തകം പറയുന്ന ആവർത്തന പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ഹല്ലേലൂയ, യഹോവയുടെ വലിയ നാമം ഹല്ലേലൂയ ആമെ പതിക്കപ്പെട്ടിരിക്കുന്നു. യഹോവയുടെ നാമം നിന്റെ മേൽ വിളിച്ചിരിക്കുന്നു എന്ന് ഭൂമിയിലുള്ള സകല ജാതികളും നിന്നെ കണ്ട് ഭയപ്പെടുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 76-ാം സംഗീതം 1-ാം വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ദൈവം യഹൂദയിൽ പ്രസിദ്ധനാകുന്നു, അവൻ്റെ നാമം ഇസ്രായേലിൽ വലിയതാകുന്നു. അത് യഹൂദയിൽ അവൻ്റെ നാമം പ്രസിദ്ധമാണ്. അതേപോലെ തന്നെ കർത്താവിൻ്റെ നാമത്തെ നിന്നിലൂടെ പ്രസിദ്ധമാക്കുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, അതിനായി നീ ഒരുക്കമുള്ള ഹൃദയത്തോടെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കർത്താവ് നിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുവാൻ ഇടയാകും. നാമം എന്നാൽ പേരെന്നാണ് അർത്ഥം. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധി അവരുടെ പേര് അധികാരത്തെ കാണിക്കുക. അവർ പ്രധാനമന്ത്രിയായി ഇന്ത്യയെ നയിച്ചവരാണ്. ഹല്ലേലൂയ. അവൻ അല്ലെങ്കിൽ സ്തോത്രം കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഹിറ്റ്ലർ എന്ന നാമം അതും പേരാ, സർവാധികാരത്തെ കാണിക്കുക. ജർമ്മനിയിൽ സർവാധികാരിയായിരുന്നു അദ്ദേഹം. 2-ാം ലോകമഹായുദ്ധം ആരംഭിച്ചപ്പോൾ റോക്ക് ബെല്ലർ എന്ന പേര് അദ്ദേഹത്തിന് ലഭിച്ചു. എന്താണത്? പണത്തെയും ധനത്തെയും കുറിക്കുന്നു. ചില പേരുകളെ പറയുമ്പോൾ തന്നെ അവരുടെ സ്വഭാവവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നതനയേലിനെ അവൻ്റെ ജീവിത സ്വഭാവം യേശു മുന്നമേൽ പഠിച്ചവനെ കർത്താവിൻ്റെ ശിഷ്യനാക്കി എടുത്തതുപോലെ നിന്നെയും കർത്താവിൻ്റെ ശിഷ്യനാക്കി മാറ്റുവാൻ യേശു ആഗ്രഹിക്കുക. അതുകൊണ്ട് ഇന്ന് പകൽ നീ ദൈവവചനം കേൾക്കുമ്പോൾ ദൈവനാമത്തിന് വേണ്ടി നിന്നെ സമർപ്പിച്ച് കർത്താവേ, ആ ശിഷ്യനായിരിക്കുവാൻ ഞാനും ആഗ്രഹിക്കുന്നു പറയുമ്പോൾ
ദൈവം നിനക്ക് വേണ്ടി ചില അത്ഭുതം ചെയ്യും. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ജനത്തിനായി നാഥനയിലെ കപടമില്ലാത്തവനായി ശിഷ്യനാക്കിയ പോലെ ഈ ലോകത്തുള്ള സകല ജനങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ വഹിച്ച ഒരു മറുപടി കൊടുക്കണമേ. സകല മഹത്വം എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.